back to online chalkboard. നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചാൻസസ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് എന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. അപ്പോൾ അതിനകത്തെ എന്താ പറയുക, പെയേഴ്സ് വരെ ഉള്ളത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് നെക്സ്റ്റ് പോർഷൻ, ലാസ്റ്റ് പോർഷനാണ് മോർ പെയേഴ്സ്. ആ ഒരു പോർഷനിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പേജ് നമ്പർ 84 എക്സർസൈസ് ചെയ്താണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ബുക്കും പേനൊക്കെ ഉണ്ടല്ലോ, പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിരിപ്പുണ്ടോ? ഈസി അല്ലേ ഈ ചാപ്റ്റർ? വായോ, നമുക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോയൂ. ഇപ്പം നമ്മൾ പെയേഴ്സ് ഓഫ് അല്ലെങ്കിൽ ഓർഡേർഡ് പെയേഴ്സിൻ്റെ പ്രോബബിലിറ്റി കാണുന്നതിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. ഇതിനകത്ത് കുറച്ചും കൂടി നമുക്ക് ചിന്തിക്കാനുള്ള കാര്യങ്ങളുള്ള ഒരു സെക്ഷനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. There are 30 boys and 20 girls in class 10A. Class 10Aയിൽ 30 ബോയ്സ് ഉണ്ട്, അതുപോലെ ഗേൾസ് എത്ര പേരുണ്ട്? 20 ഗേൾസ് ഉണ്ട്. ക്ലാസ് 10Bയിൽ 15 ബോയ്സും ഉണ്ട്, 25 ഗേൾസും ഉണ്ട്. ഓക്കെ, അങ്ങനാണെങ്കിൽ 1 സ്റ്റുഡൻറ്റ് ഈസ് ടു ബി ചോസൺ ഫ്രം ഈച്ച് ക്ലാസ്. ഒരു ക്ലാസ്സിൽ നിന്ന് ഓരോ കൊച്ചിനെ വെച്ച് നമുക്ക് ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പം ബോയ്സ് ആവാം ഗേൾസ് ആവാം, ഒരു കുട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ചൂസ് ചെയ്യാനുള്ള ടോട്ടൽ പോസിബിൾ ഔട്ട്കം എത്രയായിരിക്കും എന്നറിയോ? ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് ഏതൊക്കെ വേയിൽ ചൂസ് ചെയ്യാം? നമുക്ക് 30 ബോയ്സും 20 ഗേൾസും ഉണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ അല്ലേ, അതുപോലെ 15 ബോയ്സും 25 ഗേൾസും ഉണ്ട് സെക്കൻഡ് ക്ലാസ്സിൽ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ബോയ് ഒരു ഗേൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വേണേലും ഒരു കുട്ടീനെ ക്ലാസ്സിൽ നിന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റിയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ചൂസ് ചെയ്ത 2 പേരും ഗേൾസ് ആവാം, 2 പേരും ബോയ്സ് ആവാം, 2 പേരും ബോയോ ഗേളോ ഒക്കെ ആവാം. അപ്പം ടോട്ടലായിട്ട് അവിടെ എത്ര ഔട്ട്കംസ് വരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഈ ഒരു ക്ലാസ്സിൽ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 50 സ്റ്റുഡൻസ് ഉണ്ട്. ഈ ഒരു ക്ലാസ്സിൽ ടോട്ടൽ 40 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 50 × 40 വേസിൽ ഇത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് 2000 വേസിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇപ്പം നിങ്ങളിത് കാണുമ്പോൾ ചിലപ്പോൾ ഓർക്കും, അതെങ്ങനെയാണ് ഈ 2000 വേസ് വരുന്നത്? ഒരു ബോയ് ഒരു ഗേള് അല്ലെങ്കിൽ ഒരു ബോയ്, അല്ലെങ്കിൽ 2 പേരും ബോയ്സ് അല്ലെ 2 പേരും ഗേൾസ്, ഇങ്ങനെ 4 ഔട്ട്കം അല്ലേ വരാൻ സാധ്യതയുള്ളൂ എന്ന് നിങ്ങൾ ഓർക്കും. പക്ഷേ ഓരോ കുട്ടീനെ വെച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്ലാസ് 10Aയിൽ എടുക്കുകയാണെങ്കിൽ അവിടെ 30 ബോയ്സ് ഉണ്ടല്ലോ. അപ്പോൾ റോൾ നമ്പർ 1 to 30 ബോയ്സ് ആണെങ്കിൽ നമുക്ക് 1 2 3 50 വരെ എഴുതാം. അതിൽ 30 വരെ ബോയ്സും ബാക്കിയുള്ളൊരു ഗേൾസും. ഇനി 10Bയിൽ ഇപ്പോൾ റോൾ നമ്പർ ആയിട്ടാണെങ്കിൽ 1 to 40 വരെ ആയിരിക്കും അവരുടെ റോൾ നമ്പർ. അതിൽ നിന്ന് 1 to 15 വരെ ബോയ്സും ബാക്കി ഗേൾസും അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ വേസിലിടാം? ഇവരെ എടുക്കാനായിട്ട് പറ്റും. ക്ലാസ് 10Aയിൽ നിന്ന് റോൾ നമ്പർ 1നെയും 10Bയിൽ നിന്ന് റോൾ നമ്പർ 1നെയും എടുക്കാം. അല്ലെ 10Aയിൽ നിന്ന് 1നെയും 10Bയിൽ നിന്ന് 2നെയും എടുക്കാം. 10Aയിൽ നിന്ന് 1നെയും 10Bയിൽ നിന്ന് 3നെ എടുക്കാം. ഇതുപോലെ 140 വരെ എടുക്കാം. ഇവിടെ തന്നെ ഉണ്ട് 40 ചാൻസസ് അല്ലെങ്കിൽ പോസിബിൾ വേസ്. ഇനി അടുത്തത് 21 22 എന്നും പറഞ്ഞിട്ട് 240 വരെ ഉണ്ട്. ഇതുപോലെ വന്നിട്ട് 51 52 50 40 വരെ ഉള്ള വേസിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ഒരു പോസിബിൾ വേസ്, ഇത്രയും പോസിബിൾ വേസ് ഉണ്ട് ഓരോ കുട്ടീനെ ആ ക്ലാസ്സിൽ നിന്ന് വിടാനായിട്ട്. ഇതാണ് 2000 വേസ് നമുക്ക് കിട്ടിയേക്കണേ. അപ്പോൾ 50 × 40 അല്ലേ. അപ്പോൾ ഒരു റോയിൽ 40 വെച്ചിട്ട് വരും അല്ലേ. കോളത്തിലോ 50 വെച്ചിട്ട് വരും. അപ്പോൾ ടോട്ടൽ എത്രയുണ്ടെന്ന് കാണാൻ 50 × 40 ചെയ്താൽ മതി. ഇങ്ങനെ കേട്ടോ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ പോസിബിൾ ഔട്ട്കം 2000 വേസിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാവേ. ആദ്യത്തിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ആർ ഗേൾസ്, രണ്ടും ഗേൾസ് ആവാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക?
ആദ്യത്തെ ക്ലാസ്സിൽ, അതായത് ഇത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ആദ്യത്തെ ക്ലാസ്സിൽ 20 ഗേൾസും രണ്ടാമത്തെ ക്ലാസ്സിൽ 25 ഗേൾസും ആവുള്ളത്. അപ്പോൾ ടോട്ടൽ ഗേൾസിൻ്റെ നമ്പർ എത്രയാ? 45 ഗേൾസ് ഉണ്ട്. 45 ഔട്ട് ഓഫ്. അപ്പം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗേൾസിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിലെ 20 ഗേൾസിനെ നമ്മൾ എടുത്തെഴുതുക. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 1 to 50 നമ്പേഴ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 31 തൊട്ട് റോൾ നമ്പർ 31 തൊട്ട് 50 വരെയുള്ളവർ ആരാ? ഗേൾസ് ആണ്. അപ്പോൾ ആ 31 to 50 വരെയുള്ള ഗേൾസ്. അതുപോലെ രണ്ടാമത്തെ ക്ലാസ്സിൽ റോൾ നമ്പർ 16 തൊട്ട് 14 വരെ ആരാണ്? ഗേൾസ് ആണ്. അപ്പോൾ നമുക്ക് അവരെ മുമ്പേ കാണിച്ചതുപോലെ പല രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ എത്ര രീതിയിലാണ് നമുക്ക് അവരെ ചൂസ് ചെയ്യാനുള്ള പോസിബിൾ വേസ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇത് തന്നെ 20 into 25 വേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 20 into 25 വേസ് എന്ന് പറഞ്ഞാൽ 500 വേസ് ഉണ്ട്. ഓക്കെ, ഒരു 2 കുട്ടികളും ഗേൾസ് ആവാനുള്ള സാധ്യത 500 ആണ്. അതിൽ ചിലപ്പോൾ റോൾ നമ്പർ 35ഉം റോൾ നമ്പർ 28ഉം ആയിരിക്കും പോകുന്നത്. ചിലപ്പം റോൾ നമ്പർ 50യും റോൾ നമ്പർ 40 ആയിരിക്കും പോകുന്നത്. അങ്ങനെ ഗേൾസ് ആണ്, പക്ഷെ അതിൽ ഏത് ആൾക്കാർ പോകാനുള്ള സാധ്യത 500 സാധ്യതകളുണ്ട്. അതിനകത്തുനിന്ന് ഒരു സാധ്യതേനെയാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഇതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 500 പോസിബിൾ ചാൻസസ് ഉണ്ട് 2 പേരും ഗേൾസ് ആവാനായിട്ട്. ടോട്ടൽ എത്രയിൽ? 2000 ചാൻസസിൽ. അപ്പോൾ 00 ക്യാൻസൽ, 00 ക്യാൻസൽ, 5/20. 5/5 ചെയ്യുമ്പോൾ 1 കിട്ടും, 20/5 ചെയ്യുമ്പോൾ 4 കിട്ടും. അപ്പോൾ ഏതാണ് പ്രോബബിലിറ്റി? 1/4. ഓക്കെ അല്ലേ? ഇനി അടുത്തത് രണ്ടാമത്തത് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്? ബോത്ത് ബീയിങ് ബോയ്സ്, ബോത്ത് ആർ ബോയ്സ് ആവാനുള്ള സാധ്യത എന്താ? ഇപ്പോൾ ഇത് ചെയ്ത പോലെ തന്നെ നമ്പർ ഓഫ് പോസിബിൾ വേസ് എന്ന് പറയുന്നത് 30 into 15 ആണ്. 30 into 15. 30 into 15 ചെയ്യുമ്പോൾ നമുക്ക് 450 ആണ് കിട്ടുന്നത്. അപ്പോൾ 450 പോസിബിൾ ചാൻസസ് ഉണ്ട് ബോയ്സിനെ സെലക്ട് ചെയ്യാനായിട്ട്. അതിനകത്തുനിന്ന് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2450 എന്താണ്? 2450 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട്. അതിൽ നിന്ന് ആര് വേണേലും ഏത് പേരിനെ വേണേലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ 00 ക്യാൻസൽ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 9/40 എന്ന് കിട്ടും കേട്ടോ. ലോവസ്റ്റ് ഫോമിലേക്ക് ചെയ്യുമ്പോൾ 9/40 എന്ന് കിട്ടുവേ. 2 പേരെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. 9/40 എന്ന് കിട്ടും. ഇനി അടുത്തത് മൂന്നാമത്തത്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് 1 ബീയിങ് എ ബോയ് ആൻഡ് 1 ബീയിങ് എ ഗേൾ? 1 ബോയ് ആൻഡ് 1 ഗേൾ ആവാനുള്ള പോസിബിലിറ്റി. 1 ബോയ് ആൻഡ് 1 ഗേൾ ആവാനുള്ള പോസിബിലിറ്റി. ഓക്കെ, ഇതെങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുക? ഇതിൻ്റെ പോസിബിൾ വേസ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം. ഈ ക്ലാസ് 10Aയിൽ നിന്ന് ബോയും 10Bയിൽ നിന്ന് ഗേളും ആകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ 10Aയിൽ നിന്ന് ഗേളും 10Bയിൽ നിന്ന് ബോയ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 2 സാധ്യതകൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ 10Aയിൽ നിന്ന് ബോയും 10Bയിൽ നിന്ന് ഗേളും ആകാനുള്ള ടോട്ടൽ പോസിബിലിറ്റീസ് എത്രയാ? 30 into 25 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. പ്ലസ് അതിൻ്റെ കൂടെ 10Aയിൽ നിന്ന് ഗേളും 10Bയിൽ നിന്ന് ബോയ് ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് 20 into 15 ചാൻസസ് അവിടെയുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇത് 750 എന്ന് വരും കേട്ടോ. പ്ലസ് ഇത് 300 എന്ന് വരും. അപ്പോൾ എത്ര വരും? 1050 പോസിബിൾ വേസ് ഉണ്ട്. ഓക്കെ, ഇതിനകത്തൊന്ന് വേണം നമ്മളൊരു പെയറിനെ ചൂസ് ചെയ്യാൻ. ഇത്രയും ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്താ? 1050 ഡിവൈഡഡ് ബൈ 2000. ഓക്കെ, അപ്പോൾ ഇത് 21/40 എന്ന് വരും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കേട്ടോ, ബോത്ത് 2 പേരെ. അടുത്ത നാലാമത്തതാണ് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബോയ്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക മക്കളെ? അതായത് ഒരു ഓർഡർഡ് പെയറിൽ 2 പേര് ആണ് നമുക്ക് ഉള്ളത്. ഓരോ ക്ലാസ്സിൽ നിന്ന് ഓരോരുത്തരെ വെച്ച് 2 പേരാണുള്ളത്. അതിൽ ഒരാൾ ഉറപ്പായിട്ടും ബോയ് ആയിരിക്കണം. 2 പേരും ബോയ് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒരാൾ ഉറപ്പായിട്ടും ബോയ് ആയിരിക്കണം. അതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? എങ്ങനെ വേറൊരു രീതിയിൽ പറയാം? ഗേൾസ് മാത്രം ആകാൻ പാടില്ല എന്നും പറയാൻ പറ്റില്ലേ? ഒരെണ്ണം എന്തായാലും ബോയ് ആയിരിക്കണം, 2 ബോയ് ആയാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഗേൾസ് 2 പേരാവാൻ പാടില്ല. അപ്പോൾ എന്നാ ചെയ്താൽ മതി? ടോട്ടൽ ചാൻസസിന്ന്, ടോട്ടൽ നമ്പർ ഓഫ് വേസിന്ന് ബോത്ത് ഗേൾസ് ആവാനുള്ള പ്രോബബിലിറ്റി മൈനസ് ചെയ്താൽ പോരെ.
അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് എത്രയാ? 2000 ഓക്കെ, 2000 അതിനകത്തുനിന്ന് ഗേൾസ് മാത്രമാകാനുള്ള പ്രോബബിലിറ്റി 500 ആണെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചായിരുന്നു അല്ലേ? 20 × 25 ചെയ്യുമ്പോൾ 500 ബേസിലാണ് നമുക്ക് ഗേൾസ് മാത്രമുള്ളതിൻ്റെ സെറ്റ് കിട്ടിയത്, പോസിബിൾ ചാൻസസ് കിട്ടിയത്. അതങ്ങ് മൈനസ് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1500 വേസ് കിട്ടും. അതായത് ബോയ്സ് അറ്റ്ലീസ്റ്റ് 1 വരുന്ന പോലെ നമുക്ക് 1500 ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെ എഴുതുക? 1500 ചാൻസസ് ഉണ്ട് എമംഗ് 2000 ഔട്ട് ഓഫ് 2000. സോ 20 ഈ 00 ക്യാൻസൽ, 00 ക്യാൻസൽ, 15ഉം 20യും കൂടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/4 ആകും അവിടുത്തെ പ്രോബബിലിറ്റി. ഈസി അല്ലായിരുന്നോ? അപ്പോൾ ഇതാണ് നമ്മുടെ അവിടുത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനെ 1 ഈസ് ആസ്ക്ഡ് ടു സേ എ 2-digit നമ്പർ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ പോസിബിൾ പെയേഴ്സ് എന്ന് വെച്ചാൽ എത്ര ഉണ്ടാകും? ടോട്ടൽ പോസിബിൾ പെയേഴ്സ് എന്ന് വെച്ചാൽ 90 ഉണ്ടാകും. അതെങ്ങനെയാ? ഏറ്റവും ലീസ്റ്റ് 2-digit നമ്പർ 10 ആണ്. അപ്പോൾ 10 ഒരു പെയർ ആവത്തില്ലേ? അവിടെ തൊട്ട് 99 വരെ 9,9 അത്രയും പെയേഴ്സ് ഉണ്ടാകും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് 2-digit നമ്പേഴ്സ് 90 അല്ലേ? അപ്പോൾ 90 പെയേഴ്സ് ഉണ്ടാകും ടോട്ടൽ. ഇനി അവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ്സ് ബീയിങ് സെയിം? ഒരേ നമ്പേഴ്സ് ആ പെയറിലെ 2 നമ്പറും സെയിം നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് സെയിം. ബോത്ത് നമ്പേഴ്സ് സെയിം. 2-digit നമ്പേഴ്സിൽ ബോത്ത് നമ്പേഴ്സ് സെയിം ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? 11 ഉണ്ട്, 22 ഉണ്ട്, 33 ഉണ്ട്, 44 ഉണ്ട്, അങ്ങനെ 99 ഉണ്ട് അല്ലേ? അത് എത്ര പേരുണ്ട്? 9 ആൾക്കാരാണ് ഉള്ളത് അല്ലേ? അപ്പം 9 ഔട്ട് ഓഫ് 90. അപ്പോൾ 2 പേരെ 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/10 കിട്ടും. രണ്ടാമത്തത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദി ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് ഗ്രേറ്റർ ദാൻ ദ സെക്കൻഡ്? പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ്. 2-digit നമ്പേഴ്സിൽ ഫസ്റ്റ് ഡിജിറ്റ് സെക്കൻഡിനേക്കാളും വലുതാവാനുള്ള പോസിബിലിറ്റി. ആദ്യത്തെ പോസിബിലിറ്റി ഏതാ? 10-നാണ് അല്ലേ? 1 ആണ് കൂടുതൽ. ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി എന്തിനാണ്? 20ക്കും 21നും. ഫസ്റ്റ് ഡിജിറ്റ് അല്ലേ ഇവിടെ കൂടുതൽ. ഇനി 3 വെച്ച് തുടങ്ങുന്നതിൻ്റെ കേസിൽ 30, 31, 32. 4 വെച്ച് തുടങ്ങുന്നതിന് 40, 41, 42, 43. ഇങ്ങനെ പോകുന്ന ഈ സെറ്റ് ലാസ്റ്റ് 9 വെച്ച് തുടങ്ങുന്നതിന് 9 ആദ്യത്തെ ഡിജിറ്റാണ് വലുതെങ്കിൽ 98 വരെ. ഓക്കെ, അപ്പം ഇതാണ് ഈ ഫസ്റ്റ് ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് വരുന്ന നമ്പേഴ്സ്. ഇവരെത്ര നമ്പർ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി ഉള്ള ഒരാളേ ഉള്ളൂ. 2-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 പേര്, 3-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 പേര്, 4-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 4 പേര്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ 9-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 9 പേര് കാണും. ആദ്യത്തെ ഡിജിറ്റ് സെക്കൻഡ് ഡിജിറ്റിനേക്കാളും വലുതായിട്ട് നിൽക്കുന്നത്. അപ്പം ഇത് മൊത്തത്തിൽ എത്ര നമ്പർ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഇതെന്താണ്? നാച്ചുറൽ നമ്പേഴ്സാണ്, കണ്ടിന്യൂസ്. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് നമ്മൾ n × n+1/2 വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. അപ്പോൾ 9 × 10/2 വിച്ച് ഈസ് 90/2. എത്ര പേരുണ്ടാകും? 45 ടേംസ് ഉണ്ടാകും. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് വരുന്ന ഇവർ എത്ര പേരുണ്ടാകും? 45 ആൾക്കാരുണ്ടാകും. അപ്പോൾ 45 ഔട്ട് ഓഫ് 90. അല്ലെങ്കിൽ 2 പേരെയും നമുക്ക് എന്ത് ചെയ്യാം? 45 വെച്ച് തന്നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1/2 കിട്ടും. ഇനി മൂന്നാമത്തത് പ്രോബബിലിറ്റി ഓഫ് ദി ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് ലെസ് ദാൻ ദ സെക്കൻഡ്. അതായത് തിരിച്ച് ഫസ്റ്റ് ഡിജിറ്റ് ലെസ് ദാൻ സെക്കൻഡ്. അപ്പോൾ നമുക്കിതിനകത്ത് മനസ്സിലായി 45 എണ്ണം 90-നകത്ത് 45 എണ്ണത്തിനകത്ത് 45 ഫസ്റ്റ് ഡിജിറ്റാണ് എന്തുള്ളത്? കൂടുതലുള്ളത്. അപ്പോൾ ബാക്കി 90ൻ്റെ ബാക്കി 45 എണ്ണം കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാത്തിനും സെക്കൻഡ് ഡിജിറ്റ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ 90 - 45 ചെയ്താൽ മതി, വിച്ച് ഈസ് 45. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി 45/90 തന്നെ ആയിരിക്കും, അതായത് 1/2. ഓക്കെ, ഈ 1/2 തന്നെയായിരിക്കും ഇവിടെയും കിട്ടുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. അടുത്ത ക്വസ്റ്റ്യനെ 2 dice with face numbered from 1 to 6 are rolled together. What are the possible sums that can be got?
വിച്ച് സം ഹാസ് ദ മാക്സിമം പോസിബിലിറ്റി. ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2 ഡൈസ് ഒരേ സമയത്ത് ത്രോ ചെയ്യുകയാണ്. ഡൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എത്ര ഫേസസ് ഉണ്ട്? 6 ഫേസസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് പോസിബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 1 1 1 2 എക്സെട്ര 1 to 6 വരെ, പിന്നെ 2 1 2 2 എക്സെട്ര 2 6 വരെ, ഇങ്ങനെ പോയി 6 1 6 2 എക്സെട്ര 6 6 വരെ അല്ലേ? ഓരോ റോയിലും എത്ര ടേംസ് ഉണ്ടാകും? 6 ടേംസ് ഈച്ച്. എത്ര കോളം ഉണ്ടാകും? 6 കോളം ഉണ്ടാകും. അപ്പം ടോട്ടൽ 36 അല്ലേ? 36 പോസിബിൾ വേസ് ആയിരിക്കും, അല്ലെ 36 ഓർഡേർഡ് പെയർസ് ഉണ്ടാകും അല്ലേ? ഇനി ഇതാണ് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കം. ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് വാട്ട് ആർ ദ പോസിബിൾ സംസ് ദാറ്റ് ക്യാൻ ബി ഗോട്ട്. ഇവരുടെ സംസ് ഏതൊക്കെ ആവാം എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഓർഡേർഡ് പെയർ ഞാൻ എടുക്കുക. ഏതാണ്? 1 1. ഞാനിവിടെ പെയർ എഴുതാവേ, ഇവിടെ സം എഴുതാം. ഓക്കെ, ശരി. ആദ്യത്തെ ഓർഡേർഡ് പെയർ 1 1. അതിൻ്റെ സം എത്രയാ? 2. അടുത്തത് 1 2. അതിൻ്റെ സം എത്രയാ? 1 + 2 3. 1 3 സം എത്രയാ? 4. 1 4 സം 5. 1 5 സം 6. 1 6 സം 7. ഓക്കെ, ഇനി 2 1 2 + 1 3 അല്ലേ? അപ്പം 3 സം വരുന്നതാണ് 2 1. 2 2ൻ്റെ സം 4 ആണ്. 2 3ൻ്റെ സം 5 ആണ്. 2 4ൻ്റെ സം 6 ആണ്. 2 5ൻ്റെ സം 7 ആണ്. 2 6ൻ്റെ സം 8 ആണ്. ഓക്കെ, 3 വരുമ്പം 3 1 3 + 1 4, 3 + 2 5, 3 + 3 6, 3 + 4 7, 3 + 5 8, 3 + 6 9 വരും. ഓക്കെ, ഇനി 4 വരുമ്പം 4 + 1 5, 4 + 2 6, 4 + 3 7, 4 + 4 8, 4 + 5 9, 4 + 6 10 വരും. 10 വരും. ഓക്കെ, അടുത്തത് 5 + 1 ഏതാണ്? 6, 5 + 2 7, 5 + 3 8, 5 + 4 9, 5 + 5 10, 5 + 5 10. ഇനി 11 ഇവിടെ എഴുതാവേ. അപ്പോൾ 11, 5 + 6 11, 5 + 7 12 വരും. ഓക്കെ, ഇതിൻ്റെ ബാക്കി അവിടെ കേട്ടോ. ഇത് സമ്മാണ്. 6 + 1 7, 6 + 2 8 സം വരും. 6 + 3 9 സം വരും. 6 + 4 ഏത് വരും? 10 സം വരും. 6 + 5 11 സം വരും. 6 + 6 12 സം വരും. ഇനി നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് പോവാം. ഓക്കെ, 2 സം വരുന്നതിൻ്റെ പ്രോബബിലിറ്റി 1/36 ആണ്. 1/36 ആണ്. 3 വരുന്നതിൻ്റെ പ്രോബബിലിറ്റി 2/36 ആണ്. 4 സം വരുന്നത് 3/36 ആണ്. 5 സം വരുന്നതിൻ്റെ പ്രോബബിലിറ്റി 4/36 ആണ്. 6 സം വരുന്നതിൻ്റെ പ്രോബബിലിറ്റി 1 2 3 4 5/36 ആണ്. ഓക്കെ, ഇനി 7 സം വരുന്നത് 1 2 3 4 5 6 പെയേഴ്സിനാണ്. അപ്പം ഔട്ട് ഓഫ് 36 പെയേഴ്സ് 6 പെയേഴ്സിനാണ് 7 വരുന്നത്. ശരി, ഇനി 8 വരുന്നത് 1 2 3 4 5 പെയേഴ്സിനാണ് എന്താണ് 8 വരുന്നത്. 1 2 3 4 4/36. ഓക്കെ, 36 പെയേഴ്സിൽ 4 പെയേഴ്സിനാണ് 9 സം വരുന്നത്. ആൻഡ് 3 പെയേഴ്സിനാണ് 10 സം വരുന്നത്. 2 പെയേഴ്സിനാണ് 11 സം വരുന്നത്. 2 പെയേഴ്സിനാണ് 12 സം വരുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി വന്നേക്കുന്നത് ഏതിനാന്ന് നോക്കിക്കേ? 7 അല്ലേ? അപ്പോൾ ഈ ഓർഡേർഡ് പെയേഴ്സിനകത്തെ മാക്സിമം പോസിബിലിറ്റി വന്നേക്കുന്ന സം ഏതാ? 7 ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പം മാക്സിമം പോസിബിലിറ്റി എന്ന് പറയുന്നത് 6/36 ആണ് വിത്ത് സം 7. ഓക്കെ അല്ലേ? 4ാമത്തെ ക്വസ്റ്റ്യൻ,
1 box contains 10 slips numbered 1 to 10. ഒരു ബോക്സിനകത്ത് 1 to 10 വരെയുള്ള സ്ലിപ്സ് ഉണ്ട്. Another contains slips numbered with multiples of 5 up to 25. ബോക്സ് 2വിനകത്ത് എന്താ ഉള്ളത്? മൾട്ടിപ്പിൾസ് ഓഫ് 5 അപ് ടു 25. അപ്പോൾ അപ് ടു 25 വരെയുള്ള മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 5, 10, 15, 20, 25. ഇതല്ലേ മൾട്ടിപ്പിൾസ് ഓഫ് 5 അപ് ടു 25. അപ്പോൾ ഇവരാണ് ബോക്സ് 2വിലുള്ളത്. 1 സ്ലിപ്പ് ഈസ് ഡ്രോൺ ഫ്രം ഈച്ച് ബോക്സ്. ഓരോ ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്പ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ പോസിബിൾ ഔട്ട്കംസ് ആദ്യം നമ്മൾ എഴുതണ്ടേ? പോസിബിൾ ഔട്ട്കംസ് ഏതൊക്കെയാ? പോസിബിൾ ഔട്ട്കംസ് 1, 5, 110, 115, 120, 125 വരും. പിന്നെ 25 തൊട്ട് 225 വരെ വരും. ഇങ്ങനെ പോയി 10, 5 തൊട്ട് 1025 വരെ വരും. ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുക? ഒരു റോയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5 പെയേഴ്സ് ഉണ്ട്. എത്ര കോളം ഉണ്ട്? 10 കോളം ഉണ്ട് അല്ലേ? അപ്പോൾ 10 × 5 50 പോസിബിൾ വേസ്, പോസിബിൾ ഔട്ട്കംസ്. ഓക്കെ, 50 പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ബീയിങ് ഓഡ്? രണ്ടും ഓഡ് നമ്പേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി എത്രയാണ് ഈ 50-നകത്ത്? പ്രോബബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ഓഡ് ഏതൊക്കെയാ? ഏതൊക്കെ വരും? നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. 15 വരും, 35 വരും, 55 വരും. 15, 35, 55, 75, 95. ഓക്കെ, പിന്നെയോ? പിന്നെ രണ്ടും ഓട് വരാനുള്ള ഔട്ട്കം ഏതാ? 10 വെച്ചുള്ളത് വരില്ല, കാരണം 10 ഈവൻ നമ്പറാണ്. ഇനി 15 വെച്ചുള്ളത് വരും. 115, 315, 515, 715, 915 അല്ലേ? പിന്നെ 20 ആണ് അടുത്ത മൾട്ടിപ്പിൾ, വരില്ല. പിന്നെ 25 വെച്ച് വരും, രണ്ടും ഓടാകും അല്ലേ? അപ്പോൾ 125 ഇങ്ങനെ പോകും. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5. അപ്പോൾ 5 എണ്ണം വെച്ചിട്ട് 3 റോ വരും. അപ്പോൾ 15 വരും അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇതാണ് രണ്ട് നമ്പേഴ്സും ഓഡ് ആവാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ മൾട്ടിപ്പിൾസിനെ ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ ഓടായിട്ട് 5ഉം 15ഉം 25 അല്ലേ? അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ പെയേഴ്സേ വരത്തുള്ളൂ. പിന്നെ ഈ 1 to 10-നകത്ത് ഏതൊക്കെയാണ് ഓടായിട്ടുള്ളത്? 1, 3, 5, 7, 9. അപ്പോൾ ഇവരുമായിട്ടുള്ള കോമ്പിനേഷനല്ലേ ഓടായിട്ട് വരുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 15 ആണ് വരിക. അപ്പോൾ 15 ഔട്ട് ഓഫ് 50. അപ്പോൾ 15 ഔട്ട് ഓഫ് 50. രണ്ടിനെ നമുക്ക് 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/10 വരും. ഓക്കെ ഓക്കെ, രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് ബീയിങ് ഓഡ്? പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഓഡ്. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ അറിയണം, രണ്ട് നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് എന്താവും? 1 × 5, 5. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യം, രണ്ട് ഈവൻ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ അത് ഈവൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 2ഉം 4ഉം ഈവൻ നമ്പേഴ്സ് അല്ലേ? 2 × 4 എത്രയാ? 8. അതും ഒരു ഈവൻ നമ്പറാണ്. ഇനി രണ്ട് ഓഡ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ അത് എന്തായിരിക്കും? ഓഡ് തന്നെ ആയിരിക്കും. 1 × 5, 5. അല്ലെങ്കിൽ 3 × 5, 15. അവർ ഓട് തന്നെയല്ലേ കിട്ടുക. അപ്പോൾ അതിനകത്ത് നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ആ പെയറിനകത്തെ രണ്ട് നമ്പറും ഓടായെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രോഡക്റ്റ് ഓടാവത്തുള്ളൂ. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ആർ ഓഡ്. രണ്ട് നമ്പേഴ്സും ഓടാവാനുള്ള പ്രോബബിലിറ്റി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരുടെ തന്നെ ആയിരിക്കും, ആ പെയേഴ്സിൻ്റെ തന്നെയാണ് പ്രോഡക്റ്റ് എടുത്താൽ ഓഡ് നമ്പറിനെ കിട്ടുക. അപ്പോൾ ഈ സെയിം ആയിരിക്കും കിട്ടുക, 3/10. ബിക്കോസ് പ്രോഡക്റ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഈസ് ഓൾവേസ് ഓഡ്. ഈവൻ നമ്പേഴ്സിൻ്റെ കേസിൽ ഒരു ഈവൻ നമ്പറും ഒരു ഓഡ് നമ്പറും കൂടെ എടുത്താലും നമുക്ക് ഈവൻ നമ്പറാണ് കിട്ടുക. ഒരു ഈവൻ നമ്പറും
വേറൊരു ഈവൻ നമ്പറും കൂടി എടുത്താലും നമുക്ക് ഈവൻ നമ്പറിനെ കിട്ടുക. അപ്പോൾ ഓഡ് നമ്പർ കിട്ടാനുള്ള ഒരേ ഒരു പോസിബിലിറ്റി രണ്ട് നമ്പേഴ്സും ഓഡ് ആയിരിക്കുക എന്നാൽ മാത്രമേ പ്രോഡക്റ്റ് ഓഡ് ആവത്തുള്ളൂ. അപ്പോൾ അത് 3/10. അടുത്തത് മൂന്നാമത്തത്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദി സം ഓഫ് ദി നമ്പേഴ്സ് ബീയിങ് ഓഡ്? പ്രോബബിലിറ്റി ഓഫ് സം ഓഫ് നമ്പേഴ്സ് ഓഡ്. ഇതിൽ ആരുടെയൊക്കെ ആയിരിക്കും സമ്മ് ഓഡ് ആവുക? ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ മറ്റേ 1 2 3 4 5 എഴുതി വെച്ച പോലെ ഇതിൻ്റെ കണ്ടുപിടിക്കാവേ. നമുക്ക് സമ്മ് ഓഡ് കിട്ടണമെങ്കിൽ ഒരു പെയറിനകത്തെ ഒരു നമ്പർ ഓഡ് നമ്പറും ഒരു നമ്പർ ഈവൻ നമ്പറും ആണെങ്കിലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ബോക്സിനകത്ത് 1 to 10 ആണ് നമ്പേഴ്സ്. 1 2 3 4 5 6 7 8 9 10. സെക്കൻഡ് ബോക്സിനകത്തോ 5 10 15 20 25 ആണ് നമ്പേഴ്സ്. 1ൻ്റെ ഏതൊക്കെ പെയേഴ്സാണ് സമ്മ് ഓഡ് വരുന്നതെന്ന് നോക്കിക്കേ. 1 ഒരു ഓഡ് നമ്പർ അല്ലേ, അപ്പോൾ 1ൻ്റെ കൂടെ ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മേ ഒരു ഈവൻ നമ്പറൂടെ ആഡ് ചെയ്താലേ ഓഡ് വരുള്ളൂ. അപ്പോൾ 1ഉം 10ഉം 11 അല്ലേ. പിന്നെ 1ഉം 20ഉം 21. പിന്നെ ഓക്കെ, അപ്പം 2 പെയർ. അപ്പോൾ 1ൻ്റെ കൂടെ 2 പെയർ. 2വിൻ്റെ കൂടെ എത്ര ഓഡ് നമ്പേഴ്സ് വരും? 2 ഒരു ഈവൻ നമ്പറാണ്, അപ്പം ഓഡ് നമ്പേഴ്സ് മാത്രമേ പെയറായിട്ട് വരുള്ളൂ. 1 2 3 നോക്കിക്കേ. 2 + 5 7 ഓഡ് നമ്പർ. 2 + 15 17 ഓഡ് നമ്പർ. 2 + 25 എന്താണ്? ഓഡ് നമ്പർ അല്ലേ. അപ്പോൾ 2 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് ഇതിൻ്റെ ഓഡ് നമ്പറേ പറ്റുള്ളൂ. അപ്പോൾ എത്ര ഔട്ട്കം ഉണ്ട്? 3 എണ്ണം. ഇനി 3 ഒരു ഓഡ് നമ്പർ അല്ലേ. 3 ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് ഈവൻ നമ്പേഴ്സ് നോക്കണം. ഇവിടെ എത്ര ഈവൻ നമ്പർ ഉണ്ട്? 2. അപ്പോൾ 2 ആണ്. ഇനി 4 ഒരു ഈവൻ നമ്പറാണ്, അപ്പോൾ ഇവിടെ 3 ഓഡ് നമ്പർ. ഇനി 5ൻ്റെ കൂടെ 5 ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? 2. ഇതിങ്ങനെ മാറി മാറി വരുവേ. 6 ഈവൻ നമ്പറാ, 3. 7 ഓഡ് നമ്പറാ, 2. 8 ഈവൻ നമ്പറാ, 3. 9 ഓഡ് നമ്പറാ, 2. 10 ഈവൻ നമ്പറാ, 3. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? 1ൻ്റെ കൂടെ 1 ഒരു ഓഡ് നമ്പർ അല്ലേ, രണ്ടാമത്തെ ബോക്സിൽ ഇവരല്ലേ ഉള്ളേ. അപ്പോൾ ഓഡ് നമ്പറിൻ്റെ കൂടെ ഈവൻ നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ ഒരു ഓഡ് നമ്പറായിട്ട് കിട്ടുന്നത്. അപ്പോൾ 1ൻ്റെ കൂടെ ഇവരിൽ ആരൊക്കെയാണ് ഈവൻ? 10ഉം 20ഉം മാത്രമേ ഈവൻ ഉള്ളൂ. അപ്പോൾ 1ൻ്റെ കൂടെ 2 പെയറേ വരത്തുള്ളൂ. എന്ത്? 1ഉം 10ഉം 1ഉം 20ഉം മാത്രമേ വരത്തുള്ളൂ. എന്ത്? സമ്മ് ഓഡായിട്ട് വരുന്നത്. അതുപോലെ 2വിൻ്റെ കൂടെ 2 ഒരു ഈവൻ നമ്പറാണ്. ഈവൻ നമ്പറിൻ്റെ കൂടെ ഓഡ് നമ്പർ കോമ്പിനേഷനായിട്ട് വരുമ്പോഴേ സം ഓഡ് ആവത്തുള്ളൂ. അപ്പം ഏതൊക്കെ ഓഡ് നമ്പർ? ഇവിടെ 3 ഓഡ് നമ്പറാണ് ഉള്ളത്. അപ്പോൾ 3 പെയേഴ്സേ വരിക. 2 ഏതൊക്കെ വരും? 2 5 വരും, 7 2 15 2 25. അപ്പോൾ 2ൻ്റെ കൂടെ 3 പെയറാണ് വരിക. അങ്ങനെ അപ്പോൾ ഇതങ്ങ് ആഡ് ചെയ്താൽ മതി, നമുക്ക് കിട്ടും. 2 + 3 5 5 + 2 7 7 + 3 10 12 15 17 20 22 25. അപ്പം 25 ആൾക്കാർ ഔട്ട് ഓഫ് 50 എന്താണ്? അവരുടെ സമ്മ് ഓടായിരിക്കും. അപ്പോൾ ഇവരെ നമുക്ക് 25 വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാൻ മേലെ. അപ്പോൾ 1/2. അപ്പോൾ മക്കളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നമ്മളുടെ 10ാം ക്ലാസ്സുകാരുടെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? പ്രോബബിലിറ്റി ആയിരുന്നു. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയല്ലേ? നിങ്ങൾ കുറച്ച് ലോജിക്ക് യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് എക്സർസൈസ് ആയിരുന്നു. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററുമായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.